ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരാണ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. അല്ലെ, നമ്മൾ ഈ ചാപ്റ്ററൊക്കെ ഓൾറെഡി കുറെ തവണകളായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിലാ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ SSLC എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, കാരണം തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാം, എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം ഇരിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് 4 പ്രസം തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റത്തെ പ്രസത്തിലൂടെ ലൈറ്റ് എന്താണ് കടത്തിവിടാൻ നമുക്കറിയാം. ഒരു പ്രസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അവിടെ എന്തുണ്ടാവും എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഡിസ്പേർഷൻ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിസ്പേർഷൻ എങ്ങനെ ഉണ്ടാവുന്നത്? പല പല കളേഴ്സ് ആയിട്ട് അല്ലെ, വിബ്ജ്യോർ ആയിട്ട് നമുക്ക് എന്ത് ഉണ്ടാവുന്നു അല്ലെ, വിബ്ജ്യോർ ആയിട്ട് കളേഴ്സ് എന്ത് ചെയ്യുന്നു, ഡിസ്പേഴ്സ് ചെയ്യുന്നു നമുക്കറിയാം. ഇതിൽ പക്ഷെ തന്നിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് പല കോംപ്ലിമെന്ററി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ നോർമലി ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. നമുക്ക് കോംപ്ലിമെന്ററി കളേഴ്സ് തന്നിട്ടുണ്ട്, സെക്കൻഡറി കളേഴ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചോദ്യം ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ് എഴുതാം, അതുപോലെ സെക്കൻഡറി കളറും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി കളറും ഏതാന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇത് 3 ഡിവൈഡ് ചെയ്തേക്കണം. അതിൽ പ്രൈമറി കളേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് റെഡ് പ്ലസ് അതുപോലെ തന്നെ ഗ്രീൻ. റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് ഒരു സെക്കൻഡറി കളർ കിട്ടും. അതാണെന്ന് പറഞ്ഞാൽ യെല്ലോ. ഓക്കെ, അതിലെ കോംപ്ലിമെന്ററി കളർ ആണെന്ന് പറയണം ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, റെഡും ഗ്രീനും കൂടി ചേരുമ്പോഴാണെന്ന് പറയാം യെല്ലോ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അതിന്റെ കോംപ്ലിമെന്ററി കളർ ആണെന്ന് പറയാം ബ്ലൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീനും ബ്ലൂവും. ഓക്കെ, ഗ്രീനും ബ്ലൂവും അതും കൂടി രണ്ട് കളേഴ്സ് പ്രൈമറി കളേഴ്സ് ചേരുമ്പോഴാണെന്ന് പറയാം സെക്കൻഡറി കളർ ആയിട്ടുള്ള സിയാൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതിലാ കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത് ഇതിലേതാണ്? റെഡ് ആണ്. ഓക്കെ, ലാസ്റ്റ് വണ്ണാണെന്ന് പറയണം ബ്ലൂവും അതുപോലെ തന്നെ റെഡും. ഓക്കെ, അതിലെ കോംപ്ലിമെന്ററി അതായത് സെക്കൻഡറി കളർ ആണെന്ന് പറയണം മജന്ത, അതുപോലെ തന്നെ കോംപ്ലിമെന്ററി കളർ ആണെന്ന് പറയാം ഗ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യണം മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം 4 പ്രസം തന്നിട്ടുണ്ട്. അതിലൂടെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യെല്ലോ ലൈറ്റ്, ഒരു മജന്ത, ഒരു സിയാൻ, ഒരു യെല്ലോ ലൈറ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ചോയ്സ് ആയിട്ടുള്ള രീതിയിലാണ്. ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ് അല്ലെങ്കിൽ ഫോൾസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നേരത്ത്. ഇത് നമുക്കറിയാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യെല്ലോ ലൈറ്റ് എന്ത് ചെയ്യുന്നു, വരുന്നു വീണാണ്. ഓക്കെയാണ്, അതിൽ നമുക്കറിയാം യെല്ലോ ലൈറ്റ് എന്ന് പറയാൻ നേരത്തെ യെല്ലോയുടെ പ്രൈമറി കളേഴ്സ് ആണ് റെഡും ഗ്രീൻ എന്ന് പറയാൻ നേരത്ത്. ഓക്കെയാണ്, റെഡും ഗ്രീൻ എന്നും പറയാൻ നിർത്തും. അപ്പോൾ പക്ഷേ യെല്ലോയിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന റെഡും ബ്ലൂ ആണ്. അപ്പൊ ഇതെന്താണ്, ഇത് ഫോൾസ് ആണ്. ഓക്കെയാണ്, രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് മജന്ത അല്ലെ. മജന്തനെ നമുക്കറിയാം മജന്തന്റെ പ്രൈമറി കളേഴ്സ് എന്ന് പറയാൻ നേരത്ത് അതുപോലെ തന്നെ റെഡും ബ്ലൂ ആണ് അല്ലെ, റെഡും ബ്ലൂ. അപ്പൊ ഇതെന്താണ്, ഇത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ സിയാന്റെ പ്രൈമറി കളേഴ്സ് എന്ന് പറയാൻ നേരത്ത് സിയാന്റെ പ്രൈമറി കളേഴ്സും ഗ്രീനും ബ്ലൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാലാമത്തെ ഫിഗറിൽ തന്നിരിക്കുന്ന കാര്യമാണെന്ന് പറയാൻ നേരത്ത് നാലാമത്തേതാണെന്ന് പറയാം യെല്ലോയിൽ തന്നിരിക്കുന്നത് റെഡും ഗ്രീനും ആണ് തന്നിരിക്കണം. ഓക്കെ, റെഡും ഗ്രീനും തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ തന്നിരിക്കുന്നത് ഇപ്പൊ ഈ രണ്ടെണ്ണം, അതായത് സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും എന്താണ് നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. പക്ഷെ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ, അതായത് നമുക്ക് ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തില്ല, ഈ സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷന്റെ എന്തില്ല കറക്റ്റ് ആണോ ഫോൾസ് ആണോ എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ തന്നിരിക്കുന്ന ബോത്ത് 1 and 2 ആർ കറക്റ്റ്, അതായത് 1ഉം 2ഉം കറക്റ്റ് ആണെന്ന് പറയാം. 1 തെറ്റാണ്, 2 എന്താണ് കറക്റ്റ് ആണ്. രണ്ടാമത്തെന്ന് പറയാൻ നേരത്ത് 1ഉം 4ഉം കറക്റ്റ് ആണ്, അതായത് ആദ്യത്തേതും നാലാമത്തേതും കറക്റ്റ് ആണെന്ന് പറയാം. കറക്റ്റ് അല്ല, ഫോൾസ് ആണെന്ന് പറയണം. അപ്പൊ ഇത് നമുക്ക് എന്താ, ഇത് രണ്ടും ഫോൾസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. കാരണം ഇതിലൊക്കെ കറക്റ്റ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതിലേതാ കറക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താം, രണ്ടാമത്തതും അതുപോലെ തന്നെ മൂന്നാമത്തതും ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ, പക്ഷെ ഇതിൽ ചോദിച്ചിരിക്കുന്ന നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ ഫോൾസ് ആയിട്ടുള്ള കാര്യം എഴുതാം. ഫോൾസ് എന്ന് പറയാൻ നേരത്ത് 1ഉം 4ഉം ആയിരിക്കും എന്ന് പറയാം ഇതിൽ ഫോൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2 റിഫ്രാക്ഷനും അതുപോലെ തന്നെ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഉണ്ടായിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, റെയിൻബോ
ഫോം ചെയ്യുന്നത്. ഓക്കെ ആണോ? അതായത് അതിൻ്റെ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി കുറേ തവണകളായിട്ട് വരച്ച് പഠിച്ചതാണ്. ഓക്കെ, അതിൻ്റെ ഒരു 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള കാര്യമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കണം. പല രീതിയിലുള്ള വാട്ടർഫോൾസ് സൺലൈറ്റിൽ വന്നിട്ട് മോളിക്യൂൾസ് വന്നിട്ട് അണ്ടർഗോസ് ഡിസ്പേർഷൻ ഈസ് കൊടുത്തിരിക്കണം, അവിടെ തന്നിരുന്നുണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്തേക്കണം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇതിൽ ഏതാ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു റെയിൻബോ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻബോ ഫോം ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ബോത്ത് 1 and 2 ആർ 3 ആർ കറക്റ്റ്. പിന്നെ എന്ന് പറയാൻ നേരത്ത് 1 and 4 ആർ കറക്റ്റ്, ഇൻകറക്റ്റ്. ഒന്നും അതുപോലെ തന്നെ 4 ആണ് കറക്റ്റ് എന്ന് പറയണം, ഇൻകറക്റ്റ്. പക്ഷെ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ ബി ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറയാം. ബി ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ്, അതായത് ഈ ഒരു ഫോർമേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എന്ന് പറയാൻ നേരത്ത് ഓപ്ഷൻ ബി എന്ന് പറയാൻ നേരത്ത് രണ്ടാമത്തതും അതുപോലെ തന്നെ മൂന്നാമത്തതും എന്താണ് കറക്റ്റ് ആണ്. കാരണം റെഡ് വന്നിരിക്കുന്നത് താഴെ, വയലറ്റ് വന്നിരിക്കുന്ന മുകളിൽ. ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കുന്ന റിഫ്രാക്ഷനും ഇവിടെ ഉണ്ടായിരിക്കുന്ന റിഫ്രാക്ഷനും ഇവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാൻ നേരത്ത്. അപ്പൊ 2 റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ ഓർഡേഴ്സ് എന്ന് പറയാൻ നേരത്ത് താഴെ റെഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിൽ വയലറ്റ് ആണ് റെയിൻബോയിൽ ഫോം ചെയ്യാൻ നേരത്ത് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അത് നമുക്ക് എന്താ ഒരു പ്രസത്തിലൂടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറയാം. പ്രസത്തിൽ അതിന്റെ ഓർഡേഴ്സ് എന്ന് പറയാൻ നേരത്ത്, അതായത് പ്രസത്തിലെ ലൈറ്റിന്റെ ഓർഡേഴ്സ് എന്ന് പറയാൻ നേരത്ത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിലും ക്ലിയർ ആയിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇത് 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇതൊക്കെ ഇതെന്നെല്ലാം പറയുമ്പോൾ 1 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ പറയാൻ നേരത്ത് ദ റേ ഇൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആർ ഗിവൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഗാമ റേസ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, റേഡിയോ വേവ്സ്. രണ്ടാമത് തന്നിരിക്കുന്നതാണ് റേഡിയോ, ഇൻഫ്രാറെഡ്, എക്സ്റേ, ഗാമ. അതുപോലെ തന്നെ എക്സ്റേ, ഗാമ, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. ലാസ്റ്റത്തതാണ് അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, അതുപോലെ തന്നെ റേഡിയോ വേവ്സ്. ഓക്കെ, ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്, ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ള കാര്യമാണ് നമ്മളടുത്ത് എന്ത് ചെയ്തിരിക്കണം ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് മാത്രമാണ് കറക്റ്റ്, ഏതെങ്കിലും ഒരെണ്ണമാണ് കറക്റ്റ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കണം. നമുക്ക് ജസ്റ്റ് ഇത് ഓപ്ഷൻസ് അറിയണേക്കാട്ടി മുന്നേ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമുക്ക് എഴുതാം. ഫസ്റ്റ് വന്നതാണ് ഗാമ റേസ് അല്ലെ, അത് കഴിഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ എക്സ്റേ വരും. അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേ. ഓക്കെ, ഈ അൾട്രാ വയലറ്റ് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്. ഓക്കെ ആണോ? വിസിബിൾ ലൈറ്റ് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. ഏറ്റവും ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മളുടെ എന്താ പറയുക ഒരു സ്പെക്ട്രത്തിലുള്ള ആ ഒരു നമ്മളുടെ ലൈറ്റിന്റെ രീതി നമുക്ക് എന്താണ് പഠിക്കാനായിട്ടുള്ള, റേ ഓഫ് ലൈറ്റിന്റെ രീതികൾ പഠിക്കാനായിട്ടുള്ള. അതേതാണ് ഗാമ റേ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ആ ഒരു സ്പെക്ട്രത്തിലുള്ള ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് നമുക്ക് ചോദിച്ചിരിക്കണം, ഏതാണ് കറക്റ്റ് ഓർഡർ ആയിട്ടുള്ള രീതിയിൽ. സെലക്ട് ദ വൺ റിട്ടേൺ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ വേവ് ലെങ്ത്. നമുക്കറിയാം ഗാമ റേസ്, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഗാമ റേസ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്. ഇത് കറക്റ്റ് അല്ല, ഒരു കറക്റ്റ് ഓർഡറിലല്ല. പിന്നെ വരുന്നതെന്നാണ് റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, എക്സ്റേസ്, അതുപോലെ തന്നെ റേഡിയോ. അതും കറക്റ്റ് അല്ല, അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡറിലല്ല എഴുതി വെച്ചിരിക്കുന്നത്. അടുത്താണെന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ്. ഓക്കെ, വിസിബിൾ ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡും റേഡിയോ വേവ്സ്. അപ്പൊ ഈ ഓർഡറിൽ വരുന്നതെന്ന് പറയുമ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് സി എന്ന് പറഞ്ഞ ഓപ്ഷൻ, only 1, അതായത് ഒരെണ്ണം മാത്രമേ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഓർഡറാണ് വേവ് ലെങ്ത്തിന്റെ അനുസരിച്ചിട്ട്. ഗാമ റേസ്, എക്സ്റേസ്. ഓക്കെ ആണോ? പിന്നെ അത് കഴിഞ്ഞിട്ട് യു വി റേസ്. അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്. അത് കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്. ഏറ്റവും ലാസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്. ഓക്കെ ആണോ? കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാം എഴുതാം. ആ ഒരു ഓപ്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യമാണെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ് പേപ്പർ ബേൺ ലെൻസ്, അതായത് ഒരു ലെൻസ് വെച്ചിട്ട് എന്താണ്, ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു താഴെ ഒരു പേപ്പർ വെച്ചിട്ടെന്ന് വിചാരിക്കാം. ഒരു ലെൻസ് വെച്ചിട്ട് നമ്മൾ എന്താണ് എന്ത് ചെയ്യാൻ പോണേ, ബേൺ ചെയ്യിക്കാനായിട്ട് പോണേ. ഓക്കെ, പേപ്പർ ബേൺ ചെയ്യണം. നമ്മൾ പടക്കമൊക്കെ പിടിക്കണത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഉണ്ട്. ആ ഒരു രീതിയിലുള്ള കാര്യം നമ്മൾ എന്താണ്, ഇവിടെ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം ലൈറ്റ് വന്ന് വീണ് ഒരു സൺലൈറ്റ് വന്ന് വീണിട്ട് ഇവിടെ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ ഇത് നമുക്ക് ബേൺ ചെയ്യിക്കണം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏത് ലൈറ്റ് റേ ആണെന്നുള്ള കാര്യമാണ് നമ്മളടുത്ത് എന്ത് ചെയ്യണം ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ലൈറ്റ് റേ ആണെന്നുള്ള കാര്യമാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗാമ റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, എക്സ്റേസ്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഓക്കെ ആണോ? ഇതിൽ വരുന്നതാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഓക്കെ, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണെന്ന് പറയണം, ഇത് കറക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയണം. ഒരു കുട്ടി ബേണിംഗ് എ സ്റ്റിക്ക് ഈസ് റൊട്ടേറ്റിംഗ് വെരി ഫാസ്റ്റ്, എ റിംഗ് ഓഫ് ഫയർ ഈസ് സീൻ. അതായത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കറക്കണമെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബേൺ ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്ക് നമ്മൾ എന്ത് കറക്കണം. നമുക്കറിയാം, നമ്മൾ വളരെ സ്പീഡിൽ കറക്കുമ്പോൾ, അതായത് വളരെ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഏത് ഫിനോമിന ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മളെ കണ്ണിൽ അത് വന്ന് ഫോം ചെയ്യാൻ നേരത്ത് നമുക്ക് ഏത് ഫിനോമിനയിലേക്ക് മാറും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ കൊടുത്തിട്ടുണ്ട്. When we quickly remove an object from our field of vision, the visual experience of that object persistence of 1/16 seconds. അതായത് എന്നറിയാതെ നമുക്കറിയാവുന്ന ഒരു ഫിനോമിന എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. സാധനമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ കണ്ണിൽ നമുക്ക് എന്ത് ചെയ്യും, 1/16 സെക്കൻഡ് എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ആ ഒരു ഇമേജ് നമ്മൾ എന്ത് പതിച്ചു നിൽക്കും. അതായത് പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരം ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് നമുക്ക് എന്താണ് ആ ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് മാറണം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു ഒബ്ജക്റ്റ് നമ്മളെ കണ്ണിൽ എന്തുണ്ടാവും, 1/16 സെക്കൻഡ്സ് ഉണ്ടാവും, അതുണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ. നമുക്ക് ആദ്യത്തെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ നേരത്ത് ഒരു സ്റ്റിക്ക് ബേൺ ചെയ്തിട്ട് എന്ത് റൊട്ടേറ്റ് ചെയ്യിക്കാൻ നേരത്ത് നമ്മളെ കണ്ണിൽ കാണുന്നത് എന്ന് പറയാൻ നേരത്ത് എന്ത് തന്നെയാണ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ ആ ഒരു കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അതൊരു റിംഗ് ഓഫ് ഫയർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആർ റീസൺ ആർ കറക്റ്റ്, ദ റീസൺ എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റത്തെ തന്നെയാണ്, കാരണം അതിന്റെ താഴത്തേക്ക് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിരിക്കുന്ന റീസണും എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ തന്നിരിക്കുന്ന റീസണും എന്ത് തന്നെയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്, അല്ലെ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ നേരത്ത് പെർസിസ്റ്റൻസ് ഓഫ് വിഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ റീസൺ എന്ന് പറയാൻ നേരത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കണം, എന്താണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നുള്ള കാര്യം. ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കി അടുത്തൊരു ചോദ്യം. ഇത് എക്സാമിന് മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഒരു ബീം ഓഫ് ലൈറ്റ് നമുക്ക് സാധാരണ ചോദിക്കുന്ന ഒരു വൈറ്റ് ലൈറ്റ്, അല്ലെ? റീകോമ്പിനേഷൻ ഓഫ് പ്രിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നുള്ളൊരു ചോദ്യമാണ്, അല്ലെ? റീകമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു പ്രിസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് കടത്തി വിടുന്നു. ഒരു പ്രിസം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചാൽ മറ്റേ പ്രിസം ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവണമെന്ന് നമുക്കറിയാം, അല്ലെ? വൈറ്റ് ലൈറ്റ് കടത്തി വിടുന്നു, രണ്ടാമത്തെ പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും എന്ത് വൈറ്റ് ലൈറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ലൈറ്റ് അല്ല ഇതിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, സിയാൻ എന്ന് പറഞ്ഞ കളേഴ്സ് എന്ത് ചെയ്യണേ, ഇതിലൂടെ ലൈറ്റ് കടത്തി വിടണേ. ഓക്കെയാണ്, ഇതിലൂടെ ലൈറ്റ് കടന്നു, ഒരു പ്രിസം വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്, ഒരു പ്രിസം ഞാൻ എന്ത് ചെയ്ത് ഇൻവേർട്ടഡ് ആയിട്ട് തല കുത്തനെ വെച്ചിട്ടുണ്ട്. ആ പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുന്നു. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് സിയാൻ എന്ന് പറയുന്നത് ഏത് പ്രൈമറി കളേഴ്സാണ് ഉള്ളത്. അതിന് ഏതൊക്കെ പ്രൈമറി കളേഴ്സാണ് ഉള്ളത് നമുക്കറിയാം, ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂവും, അല്ലെ? ഗ്രീനും ബ്ലൂവും ആണെന്ന് പറയാം സിയാന്റെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. അത് ഡിസ്പേർഷൻ സംഭവിച്ചിട്ട് അടുത്ത പ്രിസത്തിലേക്ക് പോകുന്നു, അല്ലെ? അത് ഡിസ്പേർഷൻ സംഭവിച്ചിട്ട് അടുത്ത പ്രിസത്തിലേക്ക് പോകുന്നു. അതെന്ത് ചെയ്യുന്നു, രണ്ടും ജോയിൻ ചെയ്യുന്നു. അത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ സ്ക്രീനിൽ കിട്ടുന്ന കളർ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കണം. ഇതിന് നമുക്ക് ടോപ്പിക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു ടോപ്പിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് എ കളേഴ്സ് എന്ന് പറഞ്ഞാൽ റീകമ്പൈൻ ചെയ്യാം, അല്ലെ? കളേഴ്സ് തമ്മിൽ എന്താ റീകമ്പൈൻ ചെയ്യാം, അല്ലെ? ഇപ്പൊ വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ 2 പ്രിസം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരാൻ നേരത്തെ തന്നെയായിരിക്കും വൈറ്റ് ലൈറ്റ് തന്നെയായിരിക്കും നമുക്ക് എന്താണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ റീകമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സിയാൻ എന്ന് പറഞ്ഞ കളർ ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ ആയിരിക്കുള്ളൂ, സിയാൻ തന്നെ ആയിരിക്കും, അല്ലെ? നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന അതാണ് വിച്ച് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദ സ്ക്രീൻ അറ്റ് എ പോയിന്റ് ക്യൂവിലെ ഏത് കളർ തന്നെ ആയിരിക്കുള്ളൂ, സിയാൻ തന്നെ ആയിരിക്കുള്ളൂ. മനസ്സിലായി? കാരണം ഇത് റീകമ്പൈൻ ഓഫ് എ ലെൻസ് എന്ന് പറയണം, അല്ലെങ്കിൽ റീകമ്പൈൻ ഓഫ് എ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്നുള്ള ഒരു ചോദ്യമാണെന്ന് നമുക്ക് ചോദിച്ചിരിക്കണം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ 2 പ്രിസം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് എന്ത് തന്നെയായിരിക്കും വൈറ്റ് ലൈറ്റ് തന്നെ ആയിരിക്കും. അതേസമയം ഒരു പ്രിസം ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു പ്രിസത്തിലുള്ള ലൈറ്റ് വരുന്നു, ആ ലൈറ്റ് ഡിസ്പേർഷൻ സംഭവിച്ച് വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള രീതിയിൽ വിബ്ജോസ് ആയിട്ട് എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫിനോമിന ഏതാണെന്ന് ചോദിച്ചാൽ ഫിനോമിന ഞാൻ ഇപ്പൊ കുറെ തവണകളായിട്ട് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് എ കളേഴ്സ് എന്ന് പറയുന്നത് റീകമ്പൈൻ ചെയ്യുന്ന
ഒരു ഫിനോമിനയാണെന്ന് പറയണം അവിടെ തന്നിരിക്കുന്നത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ലൈറ്റിലാണ്, പക്ഷേ നമുക്ക് പല രീതിയിലും എന്ത് ചെയ്യാം എക്സാമിൽ ചോദിക്കാം. ഇപ്പോൾ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചിലപ്പോൾ യെല്ലോ ചോദിക്കാം, അതുപോലെ തന്നെ എന്താ മജന്ത ചോദിക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് എന്താ ചോദിക്കാം. അതിൻ്റെ പ്രൈമറി കളേഴ്സും അതുപോലെ തന്നെ കോംപ്ലിമെന്ററി കളേഴ്സ് ഒക്കെ എന്താ ക്ലിയർ ആയിട്ട് എന്താ പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ ചോദ്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഓക്കെ, ഇതൊരു ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യം നമുക്കിത് പഠിച്ചിട്ടുള്ള 2 അസുഖങ്ങളെ പറ്റിയിട്ടാണ് അല്ലെ. ഷോർട്ട് സൈറ്റ്നെസ് അതുപോലെ തന്നെ ലോങ് സൈറ്റ്നെസ്, മയോപ്പിയം അതുപോലെ തന്നെ മയോപ്പിയം അതുപോലെ തന്നെ ഏതായിരുന്നു ഹൈപ്പർമെട്രോപ്പിയം അല്ലെ. മയോപ്പിയം, ഹൈപ്പർമെട്രോപ്പിയം, പിന്നെ അതുകൂടാതെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. പ്രസ്ബയോപ്പിയ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്ന് പറയാം. നമുക്ക് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന കാര്യമെന്ന് പറയാം, അസുഖമെന്ന് പറയാം പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ലോങ് സൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയുന്നത്. ലോങ് സൈറ്റ്നെസ് എന്ന് പറയാം, നമുക്കിത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. എങ്ങനെയായിരിക്കും ഇത് വരുന്നത്, അല്ലെങ്കിൽ എന്ത് രീതിയിലായിരിക്കും വരുന്നതെന്നാണ് നമുക്കിവിടെ അതിനെ നേരെ കൊടുത്തിരിക്കുന്നത്. ഫാർ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി, ഫാർ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയണം. ശരിക്കും ഈ ഷോർട്ട് സൈറ്റ്നെസിന്റെ ഇതെന്ന് പറയാൻ നേരത്ത് നിയർ പോയിന്റ് മോർ ദാൻ 25 സെന്റിമീറ്റർ. നിയർ പോയിന്റ് എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും മോർ ദാൻ 25 ആയിരിക്കും. 25 സെന്റിമീറ്ററിനെക്കാട്ടി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നിയർ പോയിന്റ് അടുത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കാൻ നേരത്ത് നമുക്ക് നിയർ പോയിന്റ് എന്ന് പറയാൻ നേരത്ത് 25 സെന്റിമീറ്ററിനെക്കാട്ടി കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ്നെസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണെന്ന് പറയാം സൈസ് ഓഫ് ദ ഐബോൾ ഈസ് ബിഗ്. ഐബോളിന്റെ സൈസ് എന്തായിരിക്കും? ബിഗ് ആയിരിക്കും. ഏതിൽ? മയോപ്പിയ എന്ന് പറയുന്ന അസുഖത്തിൽ. മയോപ്പിയ എന്ന് പറയുന്ന അസുഖത്തിൽ എന്തായിരിക്കും? സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും? വലുതായിരിക്കും. അതുപോലെ തന്നെ നിയർ പോയിന്റ് എന്തായിരിക്കും? മോർ ദാൻ 25 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയ? അപ്പൊ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് പോലെ തന്നെയാണ്. അതെന്താ അതിനെ കറക്റ്റ് ആക്കി എഴുതാനായിട്ട്. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ അസുഖം, അത് ഓൾറെഡി നമ്മൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചാണ്. 3 അസുഖങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ. ആ 3 അസുഖങ്ങൾ പഠിച്ചാൽ നമുക്ക് SSLC എക്സാമിന് 4 മാർക്കിന് ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. എന്തായാലും ഉണ്ടാകുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ ഒരു 4 മാർക്കിന്റെ ഒരു ചോദ്യം. 4 മാർക്കിന് ചോദിക്കുന്ന ഏത് വേണമെങ്കിലും ചോദിക്കാം. ഹൈപ്പർമെട്രോപ്പിയോ മയോപ്പിയോ അതുപോലെ തന്നെ പ്രസ്ബയോപ്പിന്റെ റിലേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇത് ചോദിച്ചിരിക്കുന്നതിന്റെ മാച്ച് ദ ഫോളോയിങ് ആണ്. അതിന് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറയാൻ നേരത്ത് നിയർ പോയിന്റ് മോർ ദാൻ 25 സെന്റിമീറ്റർ. നിയർ പോയിന്റ് എന്തായിരിക്കും? മോർ ദാൻ 25 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ ഐബോൾ. ഐബോളിന്റെ സൈസ് എന്തായിരിക്കും? ചെറുതായിരിക്കും? അല്ല, ഷോർട്ട് സൈറ്റ്നെസ്സിൽ എന്തായിരിക്കും? ഐബോളിന്റെ സൈസ് എന്തായിരിക്കും? വലുതായിരിക്കും. ക്ലിയർ ആയ? ഇനി രണ്ടാമത്തതാണെന്ന് പറഞ്ഞാൽ ലോങ് സൈറ്റ്നെസ്. ലോങ് സൈറ്റ്നെസ് എന്ന് പറയുന്ന നേരത്ത് നമുക്കറിയാം ലോങ് സൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ ഫാർ പോയിന്റ് അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഫാർ പോയിന്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഈസ് ഷോർട്ടർ. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഷോർട്ടർ ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ ഞാനിത് കറക്റ്റ് ചെയ്തിട്ട് എന്ത് എഴുതാം? അപ്പൊ ഒന്നാമത്തെ എന്ന് പറയാൻ നേരത്ത് ഇവിടെ 1 ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും ഓക്കെ ആണ്. രണ്ടാമത്തതിൽ ഇത് 2ഉം ഇത് 2ഉം ഓക്കെ ആണോ? ക്ലിയർ ആയ? അപ്പൊ അത് മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാം. ഇത് പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അതിന് നമ്മളുടെ 4 മാർക്കിന്റെ ചോദ്യങ്ങളിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതായിരിക്കും ചോദിക്കുന്ന. എന്തുകൊണ്ടിട്ടാണ് ഇത് അസുഖം വരാനായിട്ടുള്ള കാരണങ്ങളെന്ന് ചോദിക്കാം. ഓക്കെ ആണ്. അപ്പൊ മയോപ്പിയ ആയിക്കോട്ടെ, പ്രസ്ബയോപ്പിയ ആയിക്കോട്ടെ, ഹൈപ്പർമെട്രോപ്പിയ ആയിക്കോട്ടെ, എന്തുകൊണ്ടിട്ടാണ് അസുഖം വരാനായിട്ടുള്ള കാരണം എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണെന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ഈസ് എ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷൻ ഡീവിയേഷൻ ഓഫ് എ ലൈറ്റ് വെൻ ഇറ്റ് ഈസ് എൻകൗണ്ടർ പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. അതായത് സ്കാറ്ററിംഗിന്റെ ഡെഫിനിഷൻ ആണ്. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ കാര്യം അറിയാം നമുക്ക്. റെഗുലർ ആയിട്ടല്ല, ഇറഗുലർ ആയിട്ടുള്ള ഡീവിയേഷൻ, പല രീതിയിലേക്കുള്ള ഡീവിയേഷൻ. ഇപ്പൊ കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വന്ന് ഒരു ലൈറ്റ് വന്ന് വീഴുന്നു. ആ ലൈറ്റ് വന്ന് വീണിട്ട് അതെന്ത് ചെയ്യുന്നത്? ഡീവിയേറ്റ് ചെയ്ത് പല സൈഡിലേക്കും എന്ത് ചെയ്യാ പോവാ, പല രീതിയിലേക്കും എന്ത് ചെയ്യാ മാറിപ്പോവാം. ആ ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഇറഗുലർ പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് എ ലൈറ്റ്. അതായത് എന്താണ്? പല രീതിയിലേക്കും പല സൈഡിലേക്ക് പല സ്ഥലങ്ങളിലേക്കും എന്ത് ചെയ്യുക? സ്കാറ്റർ ചെയ്ത് പോവാം അല്ലെ. സ്കാറ്റർ ചെയ്ത് ലൈറ്റ് എന്ത് ചെയ്യുക? സ്കാറ്റർ ചെയ്ത് പല സൈഡിലേക്കും പോകാനായിട്ട് പറ്റും. ആ ഒരു കാര്യത്തിനാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്ന നേരത്ത് സ്കാറ്ററിംഗ് എന്ന് പഠിക്കണം. സ്കാറ്ററിംഗിൽ വരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ടോപ്പിക്കാണ്. സ്കാറ്ററിംഗിന്റെ ഒരു ഫിനോമിനയിൽ വരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്ന നേരത്ത്. ഓക്കെ, നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്കാറ്ററിംഗ്. സ്കാറ്ററിംഗിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനായിട്ട് പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. വേവ് ലെങ്ത് 2 രീതിയിലാണ്. ഷോർട്ടർ വേവ് ലെങ്ത് ഉണ്ട്, ലോങ്ങർ വേവ് ലെങ്ത് ഉണ്ട് അല്ലെ. അത് നിങ്ങളുടെ കൺഫ്യൂഷൻ വരുത്തത്. കാരണം വേവ് ലെങ്ത്തിന്റെ ടോപ്പിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
വേവ് ലെങ്ത് എന്ന് പറയാൻ നമുക്ക് ലോങ്ങർ വേവ് ലെങ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത്തും ഉണ്ട്. ലോങ്ങർ വേവ് ലെങ്ത്തും ഉണ്ട്, ലോങ്ങർ വേവ് ലെങ്ത്തും ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് ഉണ്ട്. രണ്ട് രീതിയിലുള്ള വേവ് ലെങ്ത് ആണുള്ളത്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്കാറ്ററിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എന്ന് പറയാൻ നിർത്തി. ഓക്കെയാണോ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എന്ന് പറയാൻ നിർത്തി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. ഇപ്പോൾ നമ്മളെ ചുറ്റിനും കുറേ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയാൻ നേരത്ത് വലുതാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളെ ചുറ്റിനും കുറേ വലിയ വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയാം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് വലിയ വലിയ പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ വലിയ പാർട്ടിക്കിൾസ് ആകുമ്പോൾ അതിന്റെ സ്കാറ്ററിങ്, പെട്ടെന്ന് സ്കാറ്റർ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും അല്ലെ? പെട്ടെന്ന് എന്തെങ്കിലും സ്കാറ്റർ ചെയ്തു പോകും. അപ്പോൾ അവരെന്തായിരിക്കും? ഷോർട്ടർ വേവ് ലെങ്ത് ആയിരിക്കും. ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും സ്കാറ്റർ ചെയ്തു പോകും. അതേസമയം ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ആൾക്കാർ എന്തെങ്കിലും സ്ലോലി ആയിരിക്കും എന്ന് പറയാം സ്കാറ്റർ ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് അറിയേണ്ട ഒരു ടോപ്പിക് ആണെന്ന് പറയാം ഈ ഒരു കാര്യം. അപ്പൊ രണ്ട് ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് സ്കാറ്ററിംഗ് എന്ന് പറയാൻ നേരത്ത് രണ്ടാൾക്കാരാണ്. ഒന്നെന്ത് സാധനം ഓർന്ന്? വേവ് ലെങ്ത് അല്ലെ? വേവ് ലെങ്ത്. ഓക്കെ ആണോ? രണ്ടാമത്തതാണെന്ന് പറയാം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? രണ്ടാമത്തെ കാര്യം സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ് അല്ലെ? സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ്. ഓക്കെ ആണോ? അപ്പൊ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്ന് പറയാൻ നേരത്ത് വേവ് ലെങ്ത്, ഒന്ന് പറയാൻ നേരത്ത് എന്താണ്? വേവ് ലെങ്ത്. രണ്ടാമത്തെ എന്താണ്? സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കാറ്ററിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. ഒന്ന് വേവ് ലെങ്ത്തും ഒന്ന് സൈസ് ഓഫ് ദി പാർട്ടിക്കിൾസ് എന്ന് പറയാൻ നേരത്ത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ് റെഡ് ലൈറ്റ് ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, എക്സ്പ്ലെയിൻ ബൈ. ഇത് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം നമ്മളുടെ ഈവനിങ് ടൈമിൽ റെഡിഷ് ഓറഞ്ച് ആയിട്ട് നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ മോർണിംഗ് ടൈമിൽ നമുക്ക് റെഡിഷ് ഓറഞ്ച് ആയിട്ട് നമുക്ക് എന്താ പറയുക കാണാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ റീസൺ ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടിട്ടാണ് എന്ന് പറയുന്നത് റെഡ് കളർ ലോങ് ഡിസ്റ്റൻസിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു, കുറേ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടിട്ടാണ്? റെഡിന് എന്തായിരിക്കും? ലോങ്ങർ വേവ് ലെങ്ത് ആയിരിക്കും. വേവ് ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ ആണോ? അതിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? കൂടുതലാണ്. റെഡിന്റെ വേവ് ലെങ്ത് എന്ന് പറയാൻ നേരത്ത് എന്താണ്? കൂടുതലാണ്. റെഡ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ പയ്യെ ട്രാവൽ ചെയ്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്താനായിട്ട് കുറേ അധികം സമയം എടുക്കും. കാരണം വേവ് ലെങ്ത് വലുതാണ്. വേവ് ലെങ്ത് വലുതാകുമ്പോൾ സ്കാറ്ററിങ് കുറയും. വേവ് ലെങ്ത് വലുതാകുമ്പോൾ സ്കാറ്ററിങ് കുറയും. നമുക്ക് ഇങ്ങനെ പഠിച്ചു നോക്കാം. വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിങ് എന്തെങ്കിലും കുറയും. ഓക്കെ ആണോ? വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിങ് എന്തെങ്കിലും കുറയും. ഇതാണ് റെഡിനുള്ളത്. റെഡ് എന്ന് പറയുന്ന കാര്യത്തിന് വേവ് ലെങ്ത് കൂടുതലാണ്, സ്കാറ്ററിങ് എന്തായിരിക്കും? അതിന് കുറവായിരിക്കും. അതേസമയം നമുക്ക് വയലറ്റ് എന്ന് പറഞ്ഞ കളർ എടുക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറഞ്ഞ കളേഴ്സ് ഒക്കെ എടുക്കാം. അതെന്ന് പറയാൻ നേരത്തെ എന്തായിരിക്കും? വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ എന്ത് കൂടുതലായിരിക്കും? സ്കാറ്ററിങ് കൂടുതലായിരിക്കും. ഓക്കെ ആണ്? വയലറ്റ്, അതുപോലെ തന്നെ ഇൻഡിഗോ, ബ്ലൂ എന്നൊക്കെ പറയുന്ന കളേഴ്സിന് എന്ത് കൂടുതലാണ്? വേവ് ലെങ്ത് കുറവാണ്, സ്കാറ്ററിങ് എന്താണ്? കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇവരെന്താണ് പെട്ടെന്ന് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വളരെ ദൂരത്ത് നിന്ന് തന്നെ ലൈറ്റ് ആണ്. അപ്പൊ ലൈറ്റ് വന്ന് നമുക്ക് ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും പല ലൈറ്റും എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. പല ലൈറ്റും പല രീതിയിൽ എന്താ സ്കാറ്റർ ചെയ്ത് പോയിട്ടുണ്ട്. അതില് റെഡ് കളേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താണ്? ലോങ്ങർ വേവ് ലെങ്ത് ആണ്. പയ്യെ അവരെന്തെയും ട്രാവൽ ചെയ്ത് നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും അതെന്തെയും ട്രാവൽ ചെയ്ത് എത്താനായിട്ട് കുറെ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സ്കാറ്ററിങ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ സ്കാറ്ററിങ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. നമുക്ക് ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് എന്തെയും കുറവായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിങ് എന്തായിരിക്കും? കുറവായിരിക്കും. വേവ് ലെങ്ത് കുറയുമ്പോൾ സ്കാറ്ററിങ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇനി അടുത്ത ചോദ്യങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെല്ലാം ഓൾമോസ്റ്റ് SSLCയിലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിൽ പഴയ ചാപ്റ്റേഴ്സിലേക്കാണെങ്കിലും ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് എന്ത് എക്സാമിന് വരും. അപ്പൊ എക്സാമിന് നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും 4 മാർക്കിന് എക്സാമിന് ചോദിക്കും. സോ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും എന്തെങ്കിലും ഒരു 4 മാർക്കിന് ചോദിക്കാം ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫിഗേഴ്സിലേക്ക് നോക്കാം. നമുക്ക് ഇവിടെ 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയാൻ നേരത്ത് ഒന്ന് പറയുമ്പോൾ റെക്ടിഫൈഡ്, അതായത് അസുഖം ഒന്നും ഇല്ലാത്തൊരു ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതായത് ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന കറക്റ്റ് റെറ്റിനയിൽ വന്ന് ഫോം ചെയ്തിട്ടുണ്ട്. കണ്ണിന്റെ അകത്ത് എന്തുണ്ട്? ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, സാധാരണ നമ്മളൊരു ഫിഗർ, നോർമൽ ഫിഗർ ആണ്. കണ്ണിന്റെ അകത്ത് ലെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമേജ് വന്നിട്ട് എന്ത് ചെയ്ത് കറക്റ്റ് റെറ്റിനയിൽ വന്ന് ഫോം ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയാൻ നേരത്തെ ഏതോ ഒരു അസുഖമാണ്, എന്തോ ഒരു അസുഖമാണ് ഇത്.
എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഏതൊരു അസുഖത്തിന്റെ കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്ന. വളരെ ദൂരത്തുനിന്ന് ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്. അത് വന്ന് ഫോം ചെയ്യുന്നത് നമ്മൾക്ക് കണ്ണിന്റെ അകത്ത് ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസിന്റെ കഴിഞ്ഞിട്ടുള്ള, അതായത് റെറ്റിനയുടെ ഫ്രണ്ടിലായിട്ട് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. റെറ്റിനയുടെ ഫ്രണ്ടിലാണ് വന്ന് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അസുഖം എന്തായിരിക്കും, മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് എന്നായിരിക്കും. ഓക്കെ, മയോപ്പിയ ആയിരിക്കും. അപ്പൊ അങ്ങനെ പഠിച്ചു നോക്കാം. ചെറുതെന്ന് പറയാൻ നേരത്ത് നമ്മളത് കണ്ണിന്റെ ഫ്രണ്ടിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. അപ്പോൾ അതേസമയം ലോങ് സൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ ബാക്കിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഇമേജ് ഫോം ചെയ്യണം. അങ്ങനെ പഠിച്ചു നോക്കാം. ലോങ് സൈറ്റ്നെസ് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് തന്നെ വലുതാണ്, വലിയ പേരാണ്. അപ്പൊ ആ പേരിൽ തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ലെൻസ് അതായത് റെറ്റിനയുടെ ബാക്കിലായിരിക്കും എന്ത് ചെയ്യണം, ഫോം ചെയ്യുന്ന. അങ്ങനെ പഠിച്ചു നോക്കാം. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് ആ പേര് തന്നെ നമ്മൾ പഠിച്ചു നോക്കാം, ലോങ് സൈറ്റ്നെസ്. വലിയ പേരല്ലേ നമ്മൾ പഠിക്കണം. വലിയ പേരിൽ തന്നെ എന്തായിരിക്കും, അത് ഫോം ചെയ്യണം, ഇമേജ് ഫോം ചെയ്യണം, റെറ്റിനയുടെ എവിടെയായിരിക്കും, ബാക്കിലായിരിക്കും ഫോം ചെയ്യണം. അതേസമയം മയോപ്പിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലെൻസിന്റെ അതായത് റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഫോം ചെയ്യണം. ഇവിടെ നമുക്ക് രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് നോർമൽ ഉള്ള ഒരു ഫിഗർ, രണ്ട് തന്നേക്കണ ഒരു അസുഖം, എന്തോ ഒരു അസുഖം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് റെറ്റിനയുടെ ഫ്രണ്ടിലാണ് ഫോം ചെയ്യണം. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ റെറ്റിനയുടെ ഫ്രണ്ടിൽ എന്ന് പറയുമ്പോൾ അത് എന്ത് അസുഖമായിരിക്കും, മയോപ്പിയ ആയിരിക്കും. ഏതായിരിക്കും, മയോപ്പിയ എന്ന് പറയുന്ന അസുഖമായിരിക്കും. അപ്പൊ ഈ മയോപ്പിയ എന്ന് പറയുന്ന അസുഖം നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ള കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കണം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഐ പ്രോബ്ലം. ഇത് ഏത് പ്രോബ്ലം എന്നാണ് നമുക്ക് എന്ത് ചെയ്താൽ, മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ്, അല്ലെ ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറഞ്ഞ ഇതാ, അല്ലെങ്കിൽ മയോപ്പിയ എന്ന് പറഞ്ഞ ഇതാ. ഓക്കെ ആണോ? അതേസമയം വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ഇറ്റ്. എന്ത് ലെൻസ്, നമുക്കിത് ലെൻസ് വെച്ച് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏത് ലെൻസ് വെച്ചിട്ടാണ് റെക്ടിഫൈ ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള ലെൻസ് ആണുള്ളത്. അത് നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് പഠിച്ചു നോക്കാം. വെറുതെ കൺഫ്യൂഷൻ ഒന്നും ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കാം. എന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം രണ്ട് രീതിയിലുള്ള ലെൻസ് ആകും. ഒന്ന് കോൺവെക്സ് ലെൻസും ഒന്ന് കോൺകേവ് ലെൻസ്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് കോൺവെക്സ് ലെൻസിന്റെ ആണെങ്കിൽ, കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്, അല്ലെ. ലൈറ്റ് വന്ന് പാരലായിട്ട് വന്ന് വീഴുന്നു, അത് ഡൈവേർജ് ചെയ്ത് പോകുന്നു. ലൈറ്റ് വന്ന് വീഴുന്നു, അത് ഡൈവേർജ് ചെയ്ത് പോകും, അല്ലെ, ഡൈവേർജ് ചെയ്ത് പോകും. രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നതാണെന്ന് പറയാം കോൺകേവ് ലെൻസ്, അല്ലെ. കോൺകേവ് അല്ല, കോൺവെക്സ് ലെൻസ്. ഫിഗർ ഒന്നും വരക്കടേടാ. രണ്ടാമത്തേതാണെന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു ലൈനിങ്, അതുപോലെ തന്നെ ലെൻസ് ലൈറ്റ് വന്ന് എന്ത് ചെയ്യണം, ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഞാൻ മിറർ ലെൻസിന്റെ ഇത് വരച്ചു. ലൈറ്റ് എന്ത് ചെയ്യുന്നു, വന്ന് പാരലായിട്ട് വന്ന് വീഴുന്നു, അത് എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യും, അല്ലെ. ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലുള്ള ലെൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അതായത് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. കോൺവെക്സ് ലെൻസ് എന്ന് പറയാൻ നേരത്തെ അത് എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു. കോൺകേവ് ലെൻസ് എന്ന് പറയാൻ നേരത്തെ എന്ത് ലൈറ്റിനെ എന്ത് ചെയ്യുന്നത്, ഡൈവേർജ് ചെയ്ത് പോകും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അസുഖം എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇത് റെറ്റിനയുടെ ഫ്രണ്ടിലാണ് വന്ന് വീണത്, ഈ ഒരു പോയിന്റിലാണ് വന്ന് വീണക്കണം. നമുക്കത് എന്ത് ചെയ്യണം, ഒന്ന് ഡൈവേർജ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യണം, റെറ്റിനയിൽ വന്ന് ഫോം ചെയ്യിക്കാനായിട്ട്, അല്ലെ. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ലെൻസ് വെച്ചിട്ട്, ഇവിടെ കോൺകേവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺവെക്സ് ആയിക്കോട്ടെ, ഏത് ലെൻസ് വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ ലൈറ്റ് വന്ന് വീണിട്ട് ഇത് ഡൈവേർജ് ചെയ്ത് പോയിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, റെറ്റിനയിൽ വന്ന് എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. ഓക്കെയാണ്, റെറ്റിനയിൽ വന്ന് എന്ത് ചെയ്യണം, ഫോം ചെയ്യണം. അപ്പൊ പഠിക്കുമ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാം. ഡൈവേർജിങ് ലെൻസ് ഏതാണ്, കൺവേർജിങ് ലെൻസ് ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അസുഖം മയോപ്പിയാണ്, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയാൻ നേരത്തെ ഏത് ലെൻസ് ആയിരിക്കും വെക്കണ്ട, കോൺകേവ് ആണോ കോൺവെക്സ് ആണോ, അതെ അല്ലെ, കോൺകേവ് ലെൻസ് ആയിരിക്കും വെക്കേണ്ടത്, അല്ലെ. കോൺകേവ് ലെൻസ് ആയിരിക്കും വെക്കേണ്ടത്. ഓക്കെ ആണോ? കോൺകേവ് ലെൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വെക്കേണ്ടത്. ഇനി അറിയേണ്ട കാര്യമാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ റീസൺ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു 4 മാർക്കിന് എക്സാമിന് ചോദിക്കുള്ളൂ. 4 മാർക്കിന് എക്സാമിന് ചോദിക്കും. 4 മാർക്കിന്റെ ചോദ്യത്തിൽ എന്തായാലും 4 മാർക്കിന്റെ ഒരു ചോദ്യത്തിൽ എന്തായാലും അവർ ചോദിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ റീസൺ, എന്തുകൊണ്ടിട്ടായിരിക്കും ഇത് ഈ ഒരു അസുഖം വരാനായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ നേരത്ത് പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലെൻസിന്റെ പവർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ തന്നിരിക്കുന്ന ലെൻസിന്റെ പവർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടിട്ടാണ് റെറ്റിനയുടെ ഇവിടെ വന്ന് വീണക്കണം, ഫ്രണ്ടിൽ വന്ന് വീണക്കണം. ഓക്കെ ആണോ? റെറ്റിനയുടെ എന്തായിരിക്കും, ലെൻസിന്റെ പവർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. രണ്ടാമത്തെ എന്ന് പറയാൻ നേരത്ത് സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. സൈസ് ഓഫ് ദ ഐബോളിന്റെ സൈസ് എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കും, വലുതായിരിക്കും, ലാർജ് ആയിരിക്കും. ഈ രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, റെറ്റിനയുടെ ഇവിടെ വന്ന് വീണണം, ഫ്രണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഇമേജ് ഫോം ചെയ്യണം. അപ്പൊ റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്ന് വീഴാനായിട്ടുള്ള 2 റീസൺസ് ആണെന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറയാൻ നേരത്ത് പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ക്ലിയർ ആയ?
ഓക്കെ ആണോ? അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണെന്ന് പറയാം നമുക്ക് ഈ ഒരു അസുഖം വരാനായിട്ടുള്ള കാരണം. ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് പറയാം. ഇതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ലെൻസ് വെക്കാം? കോൺകേവ് ലെൻസ് എന്ത് ചെയ്യാം വെച്ച് കൊടുക്കുക. അത് വന്ന് വീഴുന്നു, അത് എന്ത് ചെയ്യുന്നു ഡൈവേർജ് ചെയ്ത് പോയി ഇവിടെ വന്ന് വീഴുന്നു, ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യും രണ്ടും കറക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് വീഴും, റെറ്റിനയിൽ വന്ന് വീഴും, ഫോം ചെയ്യും. ഓക്കെ, അതിന്റെ റെക്ടിഫൈഡ് ആയിട്ടുള്ള ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വരച്ചെന്ത് ചെയ്യുക പഠിക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വരക്കാം. ഇപ്പൊ കണ്ണിന്റെ അകത്ത് ഞാൻ ഒരു ലെൻസ് വരച്ചേക്കണേ. ക്വസ്റ്റ്യൻ ആയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കറക്റ്റ് ആയിട്ട് വരക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ എന്ത് ലെൻസ് വരച്ചു, ഇവിടെ നിന്ന് എന്താ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരക്കണം. ഇവിടെ നിന്ന് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരക്കണേ. ഓക്കെ ആണ്? ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഇവിടെ നമ്മൾ പറഞ്ഞ റെറ്റിനയുടെ ഫ്രണ്ടിലല്ലേ വന്നു ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് കറക്റ്റ് ഫോം ചെയ്യണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു കോൺകേവ് ലെൻസ് വെച്ച് കൊടുക്കണം. ഇവിടെ ഒരു കോൺകേവ് ലെൻസ് എന്ത് ചെയ്യാം വെച്ച് കൊടുക്കുക, കോൺകേവ് ലെൻസ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ വരക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരക്കാം. വരക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു ലൈറ്റ് പാരലായിട്ട് വന്ന് വീഴുന്നു, ഇതിനെ നടുക്കുന്ന എന്ത് ചെയ്യണം, ഡൈവേർജ് ചെയ്യണ കാര്യം എന്ത് ചെയ്യാം കൊടുക്കണം. ഡൈവേർജ് ചെയ്യുന്ന കാര്യം എന്താ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം. കാരണം അത് ഡൈവേർജിങ് ലെൻസ് ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം കാണിച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് വന്ന് വീഴുന്നു, ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്നു. അപ്പൊ നമ്മൾ ലെൻസ് എന്ത് ചെയ്യാൻ ഒത്തിരി വലുതാക്കണം, കണ്ട അകത്തുള്ള ലെൻസ്. എന്നിട്ട് അവിടെ നിന്ന് വേണം എന്ത് ചെയ്യാനായിട്ട് ഫോം ചെയ്യാൻ. അതായത് ഇവിടെ നിന്ന് ഒരു ഡീവിയേഷൻ ചെറുതായിട്ട് രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യണം കാണിച്ചിട്ടുണ്ടാകണം. എല്ലാന്നാണെങ്കിൽ അത് തെറ്റാണ്. പല കുട്ടികളും വരച്ചു വെക്കുന്ന വെറുതെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു, അവർ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു അസുഖം ഇല്ലാണ്ട് വെറുതെ കണ്ണട വെച്ചു കൊടുക്കണ പോലെ. ഓക്കെ ആണോ? വെറുതെ കണ്ണട വെച്ച് കൊടുക്കാനല്ല, വരക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരച്ചു നോക്കുക. കാരണം ഇത് വരക്കുമ്പോൾ അത് ഡൈവേർജിങ് ആണെന്ന് ഫോം ചെയ്യണം. അതായത് ഇവിടെ നിന്ന് ലൈറ്റ് തന്നെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ആ കണ്ണിന്റെ അകത്തുനിന്ന് അത് കൺവേർജ് ചെയ്ത് വന്നിട്ട് കറക്റ്റ് റെറ്റിനയിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഫോം ചെയ്യണം. ക്ലിയർ ആയ? ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൺവേർജിങ് ലെൻസ് ആയിക്കോട്ടെ ഡൈവേർജിങ് ലെൻസ് ആയിക്കോട്ടെ അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം വരക്കാം. വെറുതെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കുട്ടികൾ വരക്കുന്ന കണ്ടിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ വെറുതെ എന്താ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരക്കണമെങ്കിൽ ആ ഒരു ഫിഗറിൽ ആ ഒരു കണ്ണിന് അസുഖമൊന്നുമില്ല. അസുഖമില്ലാത്ത ഒരാൾക്ക് വെറുതെ നമ്മൾ ലെൻസ് വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത ഒരു ചോദ്യമാണെന്ന് പറയണം. ഒരു ഫോക്കൽ ലെങ്ത് അല്ലെ പവറിന്റെ ഇക്വേഷൻ, ഒരു പവറിന്റെ ക്വസ്റ്റ്യൻ ആണ്. എ ഡോക്ടർ സജസ്റ്റ് യൂസിങ് എ -2 ഡയോപ്റ്റർ അല്ലെ, -2 ഡയോപ്റ്റർ പവറുള്ള നെഗറ്റീവ് ആവാൻ നോക്കണം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് നമ്മൾ പഠിച്ച കഴിഞ്ഞ ചാപ്റ്റർ ലെൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ലെൻസിനെ ഇങ്ങനെ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ, കുരിശു പോലെ ഡിവൈഡ് ചെയ്യാം. അതിൽ റൈറ്റ് സൈഡിലേക്ക് വന്നത് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നത് നെഗറ്റീവ് അല്ലെ. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നത് നെഗറ്റീവ്, പൊക്കത്തേക്ക് പോകുന്നത് എന്താണ് പോസിറ്റീവ്, താഴത്തേക്ക് വന്നത് എന്താണ് നെഗറ്റീവ്. ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയും, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന -2 ഡയോപ്റ്റർ പവർ എന്ന് പറയുന്ന കാര്യം -2 ഡയോപ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളടുത്ത് ചോദിക്കുന്നത് ഏത് ലെൻസ് ആയിരിക്കണം. ഓക്കെ ആണ്, -2 ഡയോപ്റ്റർ. അപ്പൊ പവർ നെഗറ്റീവ് ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും നെഗറ്റീവിലായിരിക്കും നമുക്ക് കിട്ടണം. നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സൈഡിലേക്കായിരിക്കും അല്ലേ. ഇവിടെ നോക്കിയേ, ഇങ്ങനെ വരക്കണമെങ്കിൽ ഇത് പോസിറ്റീവ് സൈഡാണ്, ഇത് നെഗറ്റീവ് സൈഡാണ് അല്ലെ. ഇത് നെഗറ്റീവ് സൈഡ്. അപ്പൊ നെഗറ്റീവ് ഈ സൈഡിലേക്കാണ് നോക്കണം. ഫോക്കൽ ലെങ്ത് ഇവിടെയാണ് നമ്മൾ എടുക്കണം. ഇവിടെ എടുക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എടുക്കണം. ഓക്കെ ആണ്. ഈ സൈഡിലേക്ക് വരുമ്പോഴാണെന്ന് പറയണം ഈ ഒരു ഇത് പോസിറ്റീവ് സൈഡ്, ഇത് നെഗറ്റീവ് സൈഡ്. അപ്പൊ ഈ സൈഡിലേക്ക് ഫോക്കൽ ലെങ്ത് വന്നാലേ എന്തേ ഉള്ളൂ നെഗറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ സൈഡിലേക്ക് ഫോക്കൽ ലെങ്ത് എടുക്കുന്ന ഏത് ലെൻസിനായിരിക്കുള്ളൂ? ഏത് ലെൻസിലാണ്? കോൺകേവ് ലെൻസ് അല്ലെ. കോൺകേവ് ലെൻസിലാണ് നമ്മൾ എന്തെടുക്കണം, ഇപ്പുറ സൈഡിലേക്ക് എന്താണ് ഫോക്കൽ ലെങ്ത് എടുക്കണം. നമ്മ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. നെഗറ്റീവ് എടുക്കുന്ന കോൺകേവ് ലെൻസിന് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നത് എന്താണ്, സെയിം സൈഡിൽ തന്നെയാണ്. കോൺവെക്സിനാണ് നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് എടുക്കുന്ന. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ്. പൊക്കത്തേക്ക് ഹൈറ്റ് വരുമ്പോൾ മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴത്തേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാ നോക്കണം, -2 ഡയോപ്റ്റർ എന്ന് പറഞ്ഞ തന്നിട്ടുണ്ട് പവർ. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ദിസ്, ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കണം. നെഗറ്റീവ് അല്ലേ പവർ നോക്കണം. അപ്പൊ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കൂലേ. അപ്പൊ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഏതായിരിക്കും, കോൺകേവ് ലെൻസ് ആയിരിക്കും അല്ലെ. ഇവിടെ നമുക്ക് ഏതാ കോൺകേവ് ലെൻസ്.
അല്ലെ? കോൺകേവ് ലെൻസ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആയിരിക്കും. ക്ലിയർ ആയോ? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ അവരുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദ്യം ചോദിക്കാം. കാരണം നമുക്ക് ഈ പവേഴ്സിനെ പറ്റി പഠിക്കാനുള്ളതുകൊണ്ട് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. അപ്പൊ ഇതെന്ന് പറയാൻ നേരത്തെ നമുക്കറിയാം പവർ P ഈസ് ഈക്വൽ ടു സെക്കൻഡ് പവർ ഈസ് ഈക്വൽ ടു 1/f എന്നാണ് നമുക്കറിയാം അല്ലെ? പവർ ഈസ് ഈക്വൽ ടു 1/f. എഫ് എന്ന് പറഞ്ഞ ഫോക്കൽ ലെങ്ത്, പി എന്ന് പറഞ്ഞ പവർ, അതിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പവർ ഈസ് ഈക്വൽ ടു 1/f. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. പവർ ഈസ് ഈക്വൽ ടു 100/f എന്ന് അങ്ങോട്ട് എടുത്തേക്കാം. പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വെറുതെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വരും, ചേഞ്ച് ചെയ്യേണ്ട വരും. അതിനെക്കാട്ടി വല്ലതും എന്ത് ചെയ്യാം, 100/f എന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ P ഈസ് ഈക്വൽ ടു പവർ ഈസ് ഈക്വൽ ടു പവർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പവർ തന്നിട്ട് എത്ര? -2 ഡയോപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതണേ -2 ഡയോപ്റ്റർ എന്ന് പറയുന്നത് ഞാൻ എഴുതാം. ഡയോപ്റ്റർ ഈസ് ഈക്വൽ ടു 100/f എന്ന് കൊടുത്തു. 100/f. അപ്പോൾ -2 ഡയോപ്റ്റർ ഈസ് ഈക്വൽ 100/f. ഞാൻ എന്താണ്, എനിക്ക് ഫോക്കൽ ലെങ്ത് എല്ലാം കണ്ടുപിടിക്കണം. അപ്പൊ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഫോക്കൽ ലെങ്തിനെ അവിടെ ഇപ്പുറത്തേക്ക് എടുത്ത്, അതുപോലെ തന്നെ -2 ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഞാൻ എഴുതണേണ്, ഞാൻ അപ്പോൾ അവിടെ എഴുതി വെക്കണേണ് F ഈസ് ഈക്വൽ ടു 100/-2 ഡയോപ്റ്റർ, അല്ലെങ്കിൽ -2 ഡയോപ്റ്റർ ആണ്, -2. ഓക്കെ ആണോ? അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി 100/2 എന്ന് പറയുമ്പോൾ 100/2 എന്ന് പറയുമ്പോൾ 50 കിട്ടും, 50 കിട്ടും. നെഗറ്റീവ് ഉള്ളതാണ് നെഗറ്റീവ്. അപ്പൊ നമുക്ക് ആൻസറിൽ എഴുതി വെക്കാം. ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? -50 സെന്റിമീറ്റർ. -50 സെന്റിമീറ്റർ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്താ 100/f എന്ന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ഓക്കെ ആണോ? 100/f ചെയ്ത് നമുക്ക് എന്ത് 100/-2 എന്ന് പറയാൻ നേരത്ത് ഈസ് ഈക്വൽ ടു -50 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണ്? അപ്പൊ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു -50 സെന്റിമീറ്റർ. ഓക്കെ ആണ്? വാട്ട് കൈൻഡ് ഓഫ് ഐ പ്രോബ്ലം ഡസ് ദിസ് പേഴ്സൺ ഹാവ്? ഈ പേഴ്സൺ, ഈ തന്നിരിക്കുന്ന പേഴ്സണ് എന്ത് തരം രോഗമായിരിക്കും? ഇവിടെ അറിയേണ്ട കാര്യം ഏത് ലെൻസാന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നോക്കേണ്ട കാര്യം. വെറുതെ കൺഫ്യൂഷൻ ആക്കാനോ അതിൽ പ്രോബ്ലം അല്ലല്ലോ, അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും സാറേ എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം ഏത് ലെൻസാന്ന് നോക്കാം. ഏത് ലെൻസാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചാണ്? കോൺകേവ് ലെൻസ് അല്ലെ? കോൺകേവ് ലെൻസ് നമ്മൾ ഏത് കാര്യത്തിനായിരിക്കും റെക്ടിഫൈ ചെയ്യണം? മയോപ്പിയ ആണോ, അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പി ആണോ? ഷോർട്ട് സൈറ്റ് ആണോ, അല്ലെങ്കിൽ ലോങ് സൈറ്റ് ആണോ? ഏതിനാണ്? നമുക്ക് നമ്മൾ നേരത്തെ മുന്നേ പഠിച്ച കാര്യമാണ് മയോപ്പിയ എന്ന് പറയാൻ നേരത്ത്, അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് നമ്മൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതിനാണ്? മയോപ്പിയക്കാണ് അല്ലെ? റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്ന് വീഴുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോൺകേവ് ലെൻസ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യുന്ന അല്ലെ? കോൺകേവ് ലെൻസ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഏതാ സുഖമായിരിക്കും? ഇത് ബി, എ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി വെക്കാം. ബി ഈസ് ഈക്വൽ ടു ബി ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്താ? കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ്. ഓക്കെ ആണ്? കോൺകേവ് ലെൻസ്. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതുമാണ്, തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ് അല്ലെ? നമ്മ ഫസ്റ്റ് നോക്കണം. ഇങ്ങനെയൊക്കെ ചോദ്യം കിട്ടുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ട ഏത് ലെൻസാന്ന് നോക്കാം. ഈ ചോദ്യത്തിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് -2 ഡയോപ്റ്റർ ആണ്. നെഗറ്റീവ് വന്നതിനെ കൺഫേം ചെയ്ത് വെക്കാം. നെഗറ്റീവ് ആണെങ്കിൽ ഏത് ലെൻസ് ആണ്? കോൺകേവ് ആണ്. അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയാൻ നേരത്ത് നെഗറ്റീവ് ആയിരിക്കും അതിന്റെ. അതുപോലെ തന്നെ അതിന്റെ ലെൻസ് എന്ന് പറയാൻ നേരത്ത് നെഗറ്റീവ് തന്നെയാണെന്നുണ്ടെങ്കിൽ കോൺകേവ് ലെൻസ് ആയിരിക്കും. അത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് എന്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? P ഈസ് ഈക്വൽ 1/f. നമുക്ക് ഓൾറെഡി പവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എന്താ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു -50 സെന്റിമീറ്റർ. അതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് അസുഖമാണ്, ഏത് എന്തായിരിക്കും അതിന്റെ റീസൺ, എന്തുകൊണ്ടായിരിക്കും ഈ അസുഖത്തിന് കാരണം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കോൺകേവ് ലെൻസ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് ഐ പ്രോബ്ലം ഉള്ള ഏതുണ്ട്? പ്രോബ്ലം നമുക്ക് എഴുതാൻ നേരത്ത് ഏതാ? മയോപ്പിയ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഷോർട്ട് സൈറ്റ്നെസ് എഴുതാം. മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നെസ് അല്ലെ? ഷോർട്ട് സൈറ്റ്നെസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതി വെക്കാം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് അസുഖം കിട്ടി. അപ്പൊ രണ്ടാമത്തെ കാര്യം കിട്ടി, അസുഖം കിട്ടി. എന്തുകൊണ്ടിട്ടാണ് ഈ അസുഖം ഉണ്ടാവാനായിട്ടുള്ള കാരണം? ഇതും നേരത്തെ മുന്നേ ഉള്ള ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തൊക്കെയായിരിക്കും? പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും? പവർ ഓഫ് ദ ലെൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും?
പവർ ഓഫ് ദ ലെൻസ് കൂടുതലും സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, വലുതായിരിക്കും. ഓക്കെ ആണോ? സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, വലുതായിരിക്കും. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇതിന്റെ റീസൺ എന്ന് പറയാം, ഡിഫക്റ്റ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയാൻ നേരത്തെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഒരു 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പല പല കാര്യങ്ങൾ, ഓൾമോസ്റ്റ് എല്ലാ കാര്യം തന്നെ നമുക്ക് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഏത് ലെൻസാണെന്ന് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടിട്ടാണ് ഇതിന് ഏത് അസുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ആ അസുഖത്തിന് വരാനായിട്ടുള്ള കാരണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. 4 ചോദ്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കണം. അപ്പോൾ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണെന്ന് പറയാൻ നേരത്തെ അതുപോലെ തന്നെയുള്ള ഒരു വേറൊരു ചോദ്യം അല്ലെ. അവിടെ നമുക്ക് സെയിം ഒരു റെക്ടിഫൈഡ് ആയിട്ടുള്ള നോർമൽ ഫിഗർ വന്നിട്ടുണ്ട്. സാധാരണ ഒരു ലൈറ്റ് വന്ന് വി ഒന്നും റെറ്റിനെ വന്ന് ഫോം ചെയ്യുന്നു അല്ലെ, ബി എന്ന് പറയാൻ നേരത്ത് റെറ്റിനയിൽ വന്ന് ഫോം ചെയ്യുന്നു. നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കണ്ണിൽ കറക്റ്റ് റെറ്റിനെ വന്ന് ഫോം ചെയ്യും. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ വരാണ്ട് നമുക്ക് എങ്ങനെ വന്നേക്കണത്, ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അതായത് റെറ്റിനയുടെ ബാക്കിലാണ് എന്ത് ഫോം ചെയ്തേക്കണം, ഇമേജ് ഫോം ചെയ്തേക്കണം. റെറ്റിനയുടെ ബാക്കിൽ, ഇവിടെ ഒബ്ജക്റ്റ് റെറ്റിനയുടെ ബാക്കിലാണെന്ന് പറഞ്ഞാൽ ഇമേജ് ഫോം ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് റെറ്റിനയുടെ ബാക്കിലാണ് ഫോം ചെയ്തേക്കണം. ഇവിടെ റെറ്റിനയും ഇവിടെ റെറ്റിനയുടെ ബാക്കിലാണെന്ന് പറഞ്ഞാൽ ഇമേജ് ഫോം ചെയ്തേക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതാ അല്ലെ, ഇവിടെ ഇമേജ് എന്ന് കൊടുക്കാം, ഇവിടെ റെറ്റിന അല്ലെ, എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇമേജ് ഫോം ചെയ്തേക്കണം റെറ്റിനയുടെ ബാക്കിലാണ്, ബിഹൈൻഡ് ദ റെറ്റിന. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കണം, വിച്ച് ലിമിറ്റേഷൻ ഓഫ് ഐ ലെൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫക്റ്റ്. എന്തുകൊണ്ടിട്ടാണ് ഈ അസുഖം വരാനായിട്ടുള്ള കാരണം അല്ലെ, എന്തുകൊണ്ടിട്ടായിരിക്കും ഈ അസുഖം വരാനായിട്ടുള്ള റൈറ്റ് വൺ മോർ റീസൺ ഫോർ ദ ഡിഫക്റ്റ്. അതായത് എന്തുകൊണ്ടിട്ടായിരിക്കും ഇത് വരാനുള്ള കാരണം ഒന്നെന്ന് പറയുന്നത് പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ലെൻസിന്റെ പവർ എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റേതിൽ നമുക്ക് സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, ലെസ് ആയിരിക്കും, ചെറുതായിരിക്കും. സൈസ് ഓഫ് ദ ഐബോളും ചെറുതായിരിക്കും, പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഈ 2 കാരണങ്ങൾ കൊണ്ടിട്ടാണെന്ന് പറയാം നമുക്ക് ഇവിടെ എഴുതുക. പവർ എന്തായിരിക്കും, കുറവായിരിക്കും. പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ തന്നെ സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, ചെറുതായിരിക്കും. സൈസ് ഓഫ് ദ ഐബോൾ എന്തായിരിക്കും, ചെറുതായിരിക്കും. ഈ 2 കാരണങ്ങളുള്ളതുകൊണ്ടിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അസുഖം വരാനുള്ള കാര്യം. ഹൗ ക്യാൻ വി കറക്റ്റ് ദിസ്, അതായത് നമുക്കിത് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ്. നമുക്ക് അറിയാവുന്ന ഒരു ലെൻസ് വെക്കാം അല്ലെ. ഇവിടെ നമുക്കറിയാം റെറ്റിനയുടെ ബാക്കിലാണ് വന്ന് ഫോം ചെയ്തിരിക്കണം. അപ്പൊ റെറ്റിനയുടെ ഇവിടെ വന്ന് ഫോം ചെയ്യണം, ശരിക്കും റെറ്റിനയിൽ വന്ന് ഫോം ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ആ ഇമേജിനെ ഫ്രണ്ടിലേക്ക് എന്താണ് കുറച്ചും കൂടി കയറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ആണെന്ന് പറയാം കോൺവെക്സ് ലെൻസ് എന്ന് പറയും. ഓക്കെയാണ്, കോൺവെക്സ് ലെൻസ് എന്ന് പറയാൻ നേരത്തെ നമുക്ക് എന്ത് കൺവേർജ് ചെയ്യും, കൺവേർജ് ചെയ്യും. ഇപ്പൊ ലൈറ്റ് വന്ന് ഇവിടെ വന്ന് വീഴുന്നു, ഇവിടെ നിന്ന് കൺവേർജ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നു. ഓക്കെ, ലൈറ്റ് വന്ന് വീഴുന്നു, ഇവിടെ നിന്ന് കൺവേർജ് ചെയ്യുന്നു, ഇവിടെ നിന്ന് കൺവേർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെയും കൺവേർജ് ചെയ്തിട്ട് എന്ത് കറക്റ്റ് റെറ്റിനയിൽ വന്നിട്ട് എന്ത് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ലെൻസ് ആണെന്ന് പറയാം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ലെൻസ് എന്ന് പറയാൻ നേരത്ത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഒരു സർക്കിൾ വരച്ച് ഇതിന്റെ അകത്ത് നമ്മൾ ലെൻസ് വരച്ച്, ഓക്കെ ആണോ, ഇതിന്റെ അകത്ത് നമ്മൾ ഒരു ലെൻസ് വരച്ച് ഇവിടെ നിന്ന് ഇമേജ്, ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഇമേജ് എവിടെ നിന്ന് എന്തെങ്കിലും കോൺവെക്സ് ലെൻസ് വെക്കണേ, ഇത് വന്ന് വീഴുന്നു, ഇവിടെ നിന്ന് കൺവേർജ് ചെയ്യുന്നു. സ്ട്രൈറ്റ് വരക്കരുത് കേട്ടോ, സ്ട്രൈറ്റ് വരച്ചാൽ തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വരച്ചൊക്കെ കൺവേർജ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു ചെരിവ് വേണം. ഇവിടെ നിന്ന് എന്ത് സ്ട്രൈറ്റ് ആയിട്ട് വന്ന് വീഴുന്നു, ഇവിടെ നിന്ന് കൺവേർജ് ചെയ്തു, അവിടെ നിന്ന് പിന്നെയും എന്ത് കൺവേർജ് ചെയ്യണം. കാരണം കണ്ണിന്റെ അകത്തും എന്തിനാണ് കോൺവെക്സ് ലെൻസ് ആണ്. ഇത് വന്നിട്ട് എന്ത് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്യണം. ഇവിടെ നിന്നുള്ള ഡീവിയേഷൻ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു വെക്കരുത്. അതാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് 2 സൈഡിൽ നിന്നുള്ള സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് വീണം റെറ്റിനയിൽ വന്ന് ഫോം ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു കൺവേർജിങ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യാം. ഓക്കെ, അത് ആ ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിഹൈൻഡ് ദ റെറ്റിനയുടെ ബാക്കി വന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, റെറ്റിനയിൽ വന്ന് ഫോം ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്താ എക്സാമിന് ചോദിക്കാം. ഒന്നല്ലെങ്കിൽ മയോപ്പിയ ചോദിക്കാം, അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ ചോദിക്കാം. രണ്ടിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എക്സാമിന് എന്തായാലും എന്തെങ്കിലും ചോദിക്കും. 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പവർ ചോദിക്കാം, പവർ ഓഫ് ദ ലെൻസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയാം, എന്തുകൊണ്ടിട്ടാണ് വരാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കാം. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ വെൻ എ ന്യൂട്ടൺ കളർ ഡിസ്ക്, നമ്മൾ പഠിച്ച സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ന്യൂട്ടൺ കളർ ഡിസ്ക് എന്ന് കാണുമ്പോൾ തന്നെ അവിടെ എഴുതി വെക്കാം ഏതാണ്, റെസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് അല്ലെ. ന്യൂട്ടൺ കളർ ഡിസ്ക് റൊട്ടേറ്റ്സ് റാപ്പിഡ്ലി വൈറ്റ് അപ്പിയേഴ്സ്, അതായത് വൈറ്റ് കളേഴ്സ് എന്ത് അപ്പിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതായത് വൈറ്റ് കളർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
ന്യൂട്ടൺ കളേഴ്സ് ഡിസ്ക് നമ്മൾ വളരെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കളേഴ്സ് എല്ലാം കൂടി കൂടിച്ചേർന്നിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന എന്താണ്, വൈറ്റ് കളേഴ്സ് ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്ന കാര്യം എന്താണ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ് അല്ലെ. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഉള്ളത് കൊണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു കളേഴ്സിന്, ആ എല്ലാ കളേഴ്സിനെയും നമുക്ക് എന്തായിട്ട് കാണണം, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെ. നമുക്ക് എല്ലാ കളേഴ്സിനെയും എന്ത് ചെയ്യാം, ഒരുമിച്ച് ഒരു വൈറ്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ കാണാനായിട്ട് പറ്റുന്ന. എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിന. നമുക്ക് എന്ത് ചെയ്യാം, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന കാര്യം എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എന്ന് പറയുമ്പോൾ നമുക്ക് 1/16 സെക്കൻഡ് നമ്മൾ എന്താ കണ്ണിൽ എന്തുണ്ടാവും, നമ്മൾ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ആ ഒരു ഇമേജ് ഫോം ചെയ്ത് കാണും. ആ ഒരു കാര്യത്തിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ നമുക്കതിൽ അതിന്റെ അനദർ എക്സാമ്പിൾ ഫോർ ദി ഫിനോമിന, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഒരു ടോർച്ച് നമ്മൾ എന്ത് ചെയ്യാം, കെട്ടാം, എന്നിട്ട് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അല്ലെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെന്നാണെങ്കിൽ ഒരു ബേണിംഗ് സ്റ്റിക്ക്, ഒരു കത്തിച്ചട്ട ബേണിംഗ് സ്റ്റിക്ക് എന്ത് ചെയ്യാം, അത് റൊട്ടേറ്റ് ചെയ്യും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫുൾ സർക്കിൾ പോലെ കാണാൻ പറ്റും, ഒരു ഫുൾ റിങ് പോലെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ടോർച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഒരു റിങ് പോലെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു രീതിയിൽ കാണാൻ പറ്റും. അതങ്ങനെ കാണാൻ പറ്റുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതായത് 1/16 സെക്കൻഡ് നമുക്ക് ഈ ഒരു ഓരോ ഫോട്ടോസ് ആണെന്ന് വിചാരിക്കാം. ഫോട്ടോസ് എല്ലാം നമ്മുടെ കണ്ണിൽ 1/16 സെക്കൻഡ് ഇമേജ് ഫോം ചെയ്ത് അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അത് കണ്ണിന്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയാൻ നിർത്തും. ഓക്കെ ആണോ? അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയണം ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ന്യൂട്ടൺ കളർ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, റാപ്പിഡ്ലി റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് വൈറ്റ് കളേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന കാര്യം അടുത്ത എന്ന് പറയുമ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫിനോമിന. അതുപോലെ തന്നെ അതിന്റെ രണ്ട് അതർ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുമില്ലെന്നാണെങ്കിൽ ഒരു ബേണിംഗ് സ്റ്റിക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ടോർച്ച് എന്ത് ചെയ്യാം, കറക്കുക. നമ്മ ഇങ്ങനെ കറക്കി നോക്കാം. കറക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ കറങ്ങുമ്പോൾ ആ ഒരു ഓരോ ഇമേജ് നമ്മളെ കണ്ണിൽ പതിക്കുന്ന 1/16 സെക്കൻഡ് നമുക്ക് എന്ത് കണ്ണിൽ ഇങ്ങനെ ഇമേജ് ഫോം ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റിംഗ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയർ റിംഗ് ആണെങ്കിൽ ഫയർ റിംഗ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാനായിട്ട് പറ്റും. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ദ സ്കൈ അപ്പിയേഴ്സ് ബ്ലൂ ഡ്യൂ ടു സ്കാറ്ററിംഗ്. വാട്ട് ഈസ് മീൻ ബൈ സ്കാറ്ററിംഗ്? ആദ്യം സ്കാറ്ററിംഗ് എന്താണെന്ന് നോക്കാം. സ്കാറ്ററിംഗ് ഇസ് എ ഇറഗുലർ ഫിനോമിന അല്ലെങ്കിൽ ഇറഗുലർ പാർട്ടിക്കിൾസ് ഡയറക്ഷണലി ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഈസ് എൻകൗണ്ടർ വിത്ത് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. അതായത് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഇറഗുലർ പാർട്ടിക്കിൾസ് ആണ്. റെഗുലർ ആയിട്ടല്ല, പല ഡീവിയേഷൻ സംഭവിക്കുന്ന ഒരു കാര്യത്തിന് സ്കാറ്ററിംഗ് എന്ന് പറയാം. ലൈറ്റ് വന്ന് വീഴുന്നു, പല സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാം, സ്കാറ്റർ ചെയ്ത് പല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. ആ ഒരു കാര്യത്തിനാണ് സ്കാറ്ററിംഗ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ how is the above phenomena related to Tyndall effect? എങ്ങനെയാണ് ഇതിനെ ആ ഒരു സ്കാറ്ററിങ്ങിനെ Tyndall effectനായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ആൻസർ ആണെന്ന് പറയാം, when light rays passes through a colloidal particle. അതായത് Tyndall effect എന്താണെന്ന് പറയുക, ഒരു കൊളോയിഡൽ പാർട്ടിക്കിലൂടെ, ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൊളോയിഡൽ പാർട്ടിക്കിലൂടെ നമുക്ക് ലൈറ്റ് പാസ് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സസ്പെൻഷനിലൂടെ പോകണമെന്ന് വിചാരിക്കുക. they get scattered. അതെന്ത് ചെയ്യും, സ്കാറ്റേർഡ് ആയി പോകും. കോസസ് ബൈ ടൈനി പാർട്ടിക്കിൾസ്. ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യും, മാറിപ്പോകും. ആ ഒരു അതിനെ നമുക്കൊരു ഇലുമിനേറ്റഡ്, അത് തിളങ്ങുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കാര്യത്തിനാണെന്ന് പറയണം എന്തെന്ന് പറയണം, Tyndall effect എന്ന് പറയാൻ നിർത്താം. ആ ഒരു കാര്യത്തിനെന്ന് പറഞ്ഞാൽ Tyndall effect എന്ന് പറയുമ്പോൾ. ഓക്കെ ആണോ? അപ്പൊ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ കാര്യം ഉള്ളത് കൊണ്ടിട്ടാണ് എന്തുണ്ടാവുന്നത്, Tyndall effect. അതിന്റെ ഫിനോമിനാണെന്ന് പറയാം Tyndall effect എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Tyndall ഫിനോമിനാണെന്ന് പറയാം സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇറഗുലർ പാർഷ്യൽസ് ആണ്. അതുപോലെ തന്നെ Tyndall effect എന്ന് പറഞ്ഞാൽ ആ ഇറഗുലർ പാർഷ്യൽസിനെ എന്താ പല രീതിയിൽ സ്കാറ്റർ ചെയ്ത് ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട്, ആ ടൈനി പാർട്ടിക്കിൾസ് നമുക്ക് ഇലുമിനേറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Tyndall effect എന്ന് പറയണം. ഓക്കെ ആണോ? പിന്നെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്, വാട്ട് കളർ ഡസ് ദ സൺ അപ്പിയേഴ്സ് വെൻ വ്യൂ ഫ്രം ദ മൂൺ? മൂണിൽ നിന്ന് നമുക്ക് അപ്പിയർ ചെയ്യാൻ നേരത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് കളറായിരിക്കും മൂണിൽ നിന്ന് നമ്മ വാട്ട് കളർ ഡസ് ദ സൺ അപ്പിയേഴ്സ് വെൻ വ്യൂഡ് ഫ്രം മൂണിൽ നിന്ന് നമ്മൾ നോക്കാൻ നേരത്തെ എന്ത് കളറായിട്ടായിരിക്കും കാണാം, വൈറ്റ് കളേഴ്സ് ആയിട്ടായിരിക്കും കാണാം. എന്ത് കളറായിരിക്കും, വൈറ്റ് കളർ. ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ, സോ നോ സൺലൈറ്റ്, സോ സൺലൈറ്റ് ഈസ് നോട്ട് സ്കാറ്റേർഡ്. സൺലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, സ്കാറ്റർ ആയി പോകുന്നില്ല. മൂണിന്റെ കളർ എന്ത്, മൂണിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന കളർ എന്തായിരിക്കും, വൈറ്റ് ആയിട്ടായിരിക്കും കാണാം. ഭയങ്കര പ്രകാശമായിട്ടായിരിക്കും കാണാം, വൈറ്റ് കളറായിട്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. an object is 50 centimeter away from the lens. ശ്രദ്ധിച്ചിരുന്നോടാ, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. വാട്ട് എവർ ദ ലെൻസ്, ഏത് ലെൻസ് ആയിക്കോട്ടെ, ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. 50 സെന്റിമീറ്റർ ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാൻ നിർത്തുക, 50 സെന്റിമീറ്റർ. എ ക്ലിയർ ഇമേജ് ഈസ് ഫോംഡ്
ഓൺ ദി റെറ്റിന വിച്ച് ഈസ് 3 സെന്റിമീറ്റർ ബിഹൈൻഡ്. അതായത് റെറ്റിനയുടെ ഇത് കണ്ണാണ്, ഇവിടെ ലെൻസ് വെച്ചിട്ടുണ്ട്, ഇവിടെ കണ്ണുണ്ട്, അതിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ അകത്ത് വരക്കാം, ഇവിടെ വരക്കാം. ഒരു കണ്ണ്, ചെറുതായി പോയി കാണും, ഒരു കണ്ണ്, അതിൻ്റെ അകത്ത് ലെൻസ്. ഇതിൻ്റെ അകത്ത് ഈ അകത്ത് ലെൻസ് വരക്കാനാണ്. അതിൻ്റെ അകത്ത് ലെൻസ്, ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് 50 സെന്റിമീറ്റർ. ഇവിടെ വന്നിട്ട് എന്ത് ഒരു 3 സെന്റിമീറ്റർ റെറ്റിനയുടെ ബാക്കിലേക്ക് 3 സെന്റിമീറ്ററിൽ ഇമേജ് വന്നിട്ട് എന്ത് ചെയ്ത്, ഇമേജ് വന്നിട്ട് എന്ത് ഫോം ചെയ്തെന്ന് വിചാരിക്കാം. ഇവിടെയാണ് ഫോം ചെയ്തേക്കണം. അതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന വിച്ച് ഈസ് 3 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ ലെൻസ് ഓഫ് ദി ഐ. അതായത് എന്തൊക്കെയാണ് നമ്മളുടെ ഐ ലെൻസിന്റെ പുറകിലായിട്ട് എന്ത് ചെയ്തേക്കണം, ഫോം ചെയ്തേക്കണം എന്ന് പറഞ്ഞേക്കണം. ലെൻസ് ഓഫ് ദ ഐ വിച്ച് ഈസ് 3 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ ലെൻസ് ഓഫ് ദി ഐ. ഐഡന്റിഫൈ ദ പേഴ്സൺ ഐ ഡിഫക്ട്. ഏതായിരിക്കും ഈ പേഴ്സന്റെ ഐ ഡിഫക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് ബാക്കിലല്ലേ വന്ന് ഫോം ചെയ്തേക്കണം, അതുകൊണ്ട് തന്നെ ഇത് ലോങ് സൈറ്റ്നെസ് ആയിരിക്കും അല്ലേ, ഹൈപ്പർമെട്രോപ്പി ആയിരിക്കും. ബാക്കിലാണ് ഫോം ചെയ്തേക്കണം, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഹൈപ്പർമെട്രോപ്പി ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം ബാക്കിലാണ് ഫോം ചെയ്തേക്കണം. ഫ്രണ്ടിലാണെങ്കിൽ മയോപ്പിയും, ബാക്കിലാണെങ്കിൽ എന്തായിരിക്കും, ഹൈപ്പർമെട്രോപ്പി ആയിരിക്കും. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ് ടു കറക്റ്റ് ദിസ് അല്ലേ. ഇതെന്ത്, ഏത് ലെൻസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് റെക്ടിഫൈ ചെയ്യാം, ഇമേജ് ഫോം ചെയ്തേക്കണം ബിഹൈൻഡ് ദ റെറ്റിന. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് വെക്കണം, കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് കൺവേർജ് ചെയ്ത് വെച്ചിട്ട് അതെന്ത് ചെയ്യുക, റെറ്റിനയിലേക്ക് ഫോം ചെയ്യുക. കൺവേർജിങ് ലെൻസ് ആയിട്ടുള്ള കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. ഓക്കെയാണ്. ഇതിന്റെ റീസൺ എന്ന് പറയാൻ നേരത്ത് സൈസ് ഓഫ് ദ ഐബോളും അതുപോലെ തന്നെ പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. സൈസ് ഓഫ് ദ ഐബോളും പവർ ഓഫ് ദ ലെൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്താണുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇത് വളരെ കുറച്ച് ചോദ്യങ്ങളാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങളാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫുള്ള് നമുക്ക് പ്രോബ്ലംസും അതുപോലെ തന്നെ വരക്കാനായിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളായിരുന്നു നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. കാരണം അതിൽ അത് മാത്രമാണ്, അതിൽ ആ ലെൻസ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താ ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആവും. പക്ഷേ ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ പഠിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈമറി കളേഴ്സ് എങ്ങനെയാണ്, സെക്കൻഡറി കളേഴ്സ് എങ്ങനെയാണ്, കോംപ്ലിമെന്ററി കളേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യണം. തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് പ്രസത്തിന്റെ കാര്യം. റീകോമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്ന, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കാറ്ററിങ് എങ്ങനെയാണ്, ടിൻഡാൽ എഫക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ബ്ലൂ കളർ എങ്ങനെയാണ് ഫോം ചെയ്യണം, സ്കൈയിൽ എന്തുകൊണ്ടിട്ടാണ് മോർണിംഗും ഈവനിങ്ങിലും സ്കൈ എന്തുകൊണ്ടിട്ടാണ് റെഡ് കളറായി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചധികം ഫിനോമിനാസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് പഠിച്ചെടുക്കുക, പഠിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, ഇതിലെ പ്രോബ്ലംസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയുമാണ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ.